വർഗീയ പ്രചാരണം നടത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ട ഘട്ടത്തിൽ മതേതര നിലപാട് എടുത്തതാണ് മുസ്ലിം ലീഗ് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കാരണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മുസ്ലിം ലീഗ് ലീഡേഴ്സ് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയിൽ ബഹുജനം അർപ്പിച്ച വിശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല, നമ്മളതിൽ അഭിമാനിക്കണം. ആ വിശ്വാസം എന്തിനുള്ള ഒരു സീലാണ്? അതാണ് ഏറ്റവും പ്രധാനം. ഒരു മതേതരത്വ നിലപാട് എടുത്തതിനുള്ള ഒരു സീലാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വർഷം എന്ന് പറയുന്നത് വർഗീയത പ്രചരിപ്പിച്ച അതിൻ്റെ അങ്ങേയറ്റത്തെ വിഷലിപ്തമായ പ്രചരണം നടന്ന ഒരു ഘട്ടമായിരുന്നു. ഇറക്കാവുന്നതിൽ വെച്ച് കൊടും വർഗീയത പറയുന്ന ആളുകളെ ഇറക്കി നമുക്കെതിരായി പച്ചവർഗീയത, കേരളം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന ജാതിയുള്ള വർഗീയത ഇവിടെ പറഞ്ഞു. പക്ഷേ ജനം അത് റിജക്റ്റ് ചെയ്തു. ഇവിടെ പുരസ്കാരം കൊടുക്കുന്നു. ജോയ് ജയിച്ചത് തവന്നൂരിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ വർഗീയതയും ജാതീയതയും സ്വന്തം മതം നോക്കി വോട്ട് ചെയ്യുക എന്നാണ് പറയുന്നത് എങ്കിൽ പണ്ട് AK ആൻ്റണിയെ തിരുരങ്ങാടി മത്സരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയത കത്തുന്ന കാലത്തും ജോയിയെ തവനൂരിൽ നിന്ന് ജയിപ്പിക്കാനുള്ള മതേതരത്വമുള്ള പാർട്ടിയാണ് എന്നുള്ളത് ഈ യുഗത്തിലും തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നമുക്കറിയാം, പേരാമ്പ്രയിൽ നിന്നാണ് ഫാത്തിമ തലിയ വിജയിച്ചത്. അവിടെ മതപരമായി ജാതിപരമായി ഒക്കെ പറഞ്ഞാൽ ആ ഓരോ സമുദായത്തിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ അങ്ങനെ വിജയിക്കാൻ സാധ്യതയില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണലായി കണ്ടപ്പോൾ നമ്മൾ മതേതരത്വത്തിൽ ഉറച്ചു നിന്നു. വേറെ ഉണ്ടായിരുന്നു പല ഭീഷണികളും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളെ നിരന്തരം വിമർശിക്കുകയും ഇളകിയാൽ കുറ്റം പറയുകയും ചെയ്യുന്ന സ്ഥിരം ശക്തികൾ ഒരുപാടുണ്ടായിരുന്നു. അവരെക്കുറിച്ച് മോശം പറയാനുള്ളൊരു സന്ദർഭം അല്ലാത്തതുകൊണ്ട് ഞാൻ അവരങ്ങ് വിടുകയാണ്. മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, ബാക്കിയുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരെയൊക്കെ ജനം റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചാണ് കേരളത്തിൽ ജനങ്ങൾ നിൽക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളാണ് ശരി എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെട്ടു. ചടങ്ങിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരായി സ്ഥാനമേറ്റ പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി എന്നിവരെ ആദരിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹമീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എംപിമാരായ പി വി അബ്ദുൽ വഹാബ്, ET മുഹമ്മദ് ബഷീർ, അബ്ദുൾ സമദ് സംതാനി, MLA മാരായ TV ഇബ്രാഹിം, TP അഷ്റഫ് അലി, അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം.